ഹലോ ഗൈസ്, ഞാൻ കളിക്കാൻ പോകുന്ന ഗെയിമാണ് ഇന്ത്യൻ ബൈക്സ് പ്രൈം 3D. ഈ ഗെയിമിൽ കളിച്ചിട്ട് കുറേ നാളായി, പിന്നെ കുറേ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ഈ വീഡിയോയിലെല്ലാം കാണിച്ചു തരുന്നതായിരിക്കും ഗൈസ്. ഗൈസ് ഇപ്പം നൈറ്റാണ് കളിക്കുന്നത്, 10:52 ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ചീറ്റ് കോഡ് പറഞ്ഞുതരാം ഗൈസ്. 1820 അടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ലാൻഡ് ക്രൂയിസർ കിട്ടും ഗൈസ്. ഇങ്ങനെയുണ്ട് ഗൈസ്, പൊളി വണ്ടിയല്ലേ. പിന്നെ കളർ നമുക്ക് RGB ഇടാം. ഓക്കെ, പിന്നെ ഇനിയും 2-3 കാര്യങ്ങളുണ്ട്. പിന്നെ NPC ഉണ്ടല്ലോ ഗൈസ്, നോക്കണേ ഗൈസ്. ഇപ്പം കുറേ വല്ലാത്ത കാർസൊക്കെ ഉണ്ട്. NPC റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗൈസ് ഇതുണ്ടാ, ബൈക്ക് വരുന്നുണ്ടാ. അവരാണ് ഇന്ത്യൻ ബൈക്സ് പ്രൈം 3Dക്ക് ഒരു ഇതായത്. പിന്നെ നമുക്ക് എയറോപ്ലെയിൻ ഓടിക്കാൻ പറ്റും. എയറോപ്ലെയിൻ ഓടിക്കാൻ പറ്റും, ഈ ബിഗ് എയറോപ്ലെയിൻ. പിന്നെ ഗൈസ് നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റൂല എന്ന് വെച്ചാൽ, കാരണം പറഞ്ഞു തരാം ഗൈസ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യണം ഗൈസ്. എന്തായാലും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കാണും പലരും. ഓക്കെ ഗൈസ്, എയറോപ്ലെയിനിൽ കയറാൻ പറ്റിയ ഞാൻ വിചാരിച്ച യൂട്യൂബിൽ ഫേക്കും എല്ലാം കണ്ടായിരിക്കും. ഓക്കെ ഗൈസ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗൈസ് ഓടിക്കുന്നത് ഇത്രയും വലിയ എയറോപ്ലെയിൻ. ഓക്കെ, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണല്ലോ എനിക്ക്. ഞാൻ വെക്കേഷന് ഒരിടത്ത് പോകുന്നുണ്ട്. ആ സ്ഥലത്ത് ഈ എയറോപ്ലെയിനിൽ നിന്ന് പോവാണെന്ന് വിചാരിച്ചു. ഈ എയറോപ്ലെയിനിൽ നിന്ന് പോവാ. സ്പൂളി കേട്ടോ, ഫസ്റ്റ് ടൈം ഞാൻ ഓടിക്കുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. വലിയ സ്പീഡൊന്നും ഇല്ല. വലിയ കാര്യത്തിൽ പതുക്കെ പോവാ സാധനം. പിന്നെ ഒരു ടണൽ കണക്കൊരു പരിപാടി ഉണ്ട്, കാണിച്ചു തരാം. ഈ സാധനം എനിക്ക് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞില്ലേ, ഭയങ്കര ഹാർഡാ ഓടിക്കാനേ എയറോപ്ലെയിൻ. നമ്മുടെ ഗെയിമിൽ ഇപ്പോൾ എത്ര ഫ്ലൈയിങ് ഐറ്റംസും അല്ല എയറോപ്ലെയിനിന്. പിന്നെ ചീറ്റ് കോഡൊന്നും ഇല്ലയെന്ന് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ടണൽ കണ്ട ആ മൂലയ്ക്ക് കണ്ട ഞാൻ താഴോട്ട് ഓവറായിട്ട് പോകണ്ട. കാണുന്നുണ്ടോ താഴോട്ട് ഈ സൈഡിലോട്ടായിട്ട് താഴോട്ട്. ഇത്രയും മതി. ഇങ്ങനെ കണ്ട വേറെ സിറ്റി കണക്ക് കണ്ട ഒരു ടണലുണ്ടല്ലോ താഴോട്ട്. ഈ ടണലിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് വേറെ ഏതൊരു പാത്തിൽ ഓപ്പൺ ആവുന്നുണ്ട് ഗൈസ്. ഞാൻ ഇവിടെ പോയി ലാൻഡ് ചെയ്യുമെന്ന് ആലോചിക്കുക. നല്ലൊരു സ്പോട്ട് കിട്ടിയായിരുന്നു, ലാൻഡ് ചെയ്യായിരുന്നു നമ്മുടെ ഈ സാധനം. പെട്ടെന്ന് ലാൻഡ് ചെയ്തങ്ങനെ. ഓക്കെ, ഇറങ്ങാറ് കൊള്ളായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ടൈമാണ് കയറിയത്, എന്നാലും കൊള്ളാം. എപ്പോഴത്തേം പോലെ എയറോപ്ലെയിൻ പൊട്ടുന്നില്ല. എയറോപ്ലെയിൻ എങ്ങോട്ടാ പോയി? അടുത്ത ചിക്കോട് കാണിച്ചു തരാം. അടുത്തുള്ളത് 0606 UFO വന്നിട്ടുണ്ട്. ഇത് പൊളി സാധനമല്ലേ UFO. നല്ല സ്പീഡാണ് ഈ സാധനത്തിന്. പിന്നെ കണ്ട ഈ വേറെ സിറ്റി കണക്കൊക്കെ ഉണ്ട്. പിന്നെ ഈ ട്രെയിനിന് എന്തോ മാറ്റമുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഗൈസ്. നോക്കട്ടെ, ട്രെയിനെ നമുക്ക് പോയി നോക്കാം. ഈ ഗെയിമിൽ പിന്നെ റോഡൊക്കെ മാറ്റാൻ പറ്റുന്നുണ്ട് ഗൈസ്. അത് അടുത്ത വീഡിയോയിൽ വല്ലതും കാണിച്ചു തരാം ഗൈസ്. പിന്നെ ഈ സ്റ്റോറി ടൈപ്പ് വീഡിയോസ് എങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഉടനെ തന്നെ ഒരു ഹൊറർ ഗെയിം കളിക്കണം ഗൈസ്. ഐസ്ക്രീം ഒരു ഹൊറർ ഗെയിമാണ് ഗൈസ്, അത് കളിക്കണം. അല്ലെങ്കിൽ എന്താ പറയുക, പിന്നെ ഐസ്ക്രീം അല്ലെങ്കിൽ സെൻട്രീന ദ സെല്ലർ എന്നുള്ളൊരു ഗെയിമുണ്ട്, അതും കളിക്കണം. ഇതിലേതെങ്കിലും കളിക്കണം ഗൈസ്.
കളിച്ചില്ലെങ്കിൽ ഒരു വൈബ് കാണൂല. ഈ ഇതുകൊണ്ട് ഒരു ട്രെയിൻ വരുന്നുണ്ട്. പുതിയ ട്രെയിനാണ് വന്നിട്ടുണ്ട് ഈ ഗെയിമിലോട്ട്. എൻ്റെ ഫ്രണ്ട് കണ്ടാ, നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. പിന്നെ വേറെ ഡിനോസൊക്കെ വന്നെന്ന് ചോദിച്ചാൽ വന്നിട്ടില്ല. ഈ ട്രെയിൻ ഇനി മുമ്പിലോട്ട് വെച്ച് എന്ത് സംഭവിക്കും? സംഭവമില്ല, വർക്കായില്ല. നല്ലൊരു ട്രെയിൻ. നമുക്കൊരു ഐഡിയ ഉണ്ട്, വർക്കാവുന്ന ഒരു പ്രതീക്ഷയില്ല. നമുക്ക് ആദ്യം കുറേ ഫ്രണ്ടിൽ പോകണം. ട്രെയിനിൻ്റെ കുറേ ഫ്രണ്ടിൽ പോവാം. നോക്കിയോ, ട്രെയിൻ ഇപ്പോൾ വരത്തില്ലേ? വർക്കായില്ല. ഇത് നമുക്ക് ഈ ട്രെയിൻ പോകുമ്പോൾ നമുക്ക് എൻ്റെ ബാക്കിൽ കയറി ഇരുന്നാൽ എന്ത് സംഭവിക്കും? കയറാൻ പറ്റുമോ? കയറാൻ പറ്റൂലേ? ഐഡിയുണ്ട് ഗൈസ്. ഒരു ട്രിക്കാണല്ലോ ഗൈസ്, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. വർക്കാവുമായിരിക്കും. സ്റ്റോപ്പ്. ട്രെയിൻ മൂവ് ആവുന്നുണ്ട്. നമ്മളിപ്പോൾ ട്രെയിനിൻ്റെ കൂടെ പോകുന്നേ. ഇതൊക്കെ എങ്ങനെയുണ്ട് സംഭവം? ട്രെയിൻ നമ്മളെ കൊണ്ടുപോയി. അതൊരു നല്ലൊരു പരിപാടിയല്ലേ ഗൈസ്, നമ്മളെ കൊണ്ടുപോകാതെ പോയി ട്രെയിൻ. നമുക്ക് UFO കയറി അതിനെ പോയി കയറി നോക്കാം ഗൈസ്. എനിക്ക് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി പോകാൻ പറ്റും, അല്ലാതൊരു അങ്ങോട്ട് കയറാൻ പറ്റൂല ഗൈസ്. ഈ UFO ഭയങ്കര ഫാസ്റ്റാണ് ഗൈസ്. പിന്നെ ഏലിയൻസിൻ്റെ വണ്ടിയാണ് അതുകൊണ്ടായിരിക്കും ഗൈസ് UFO ഇത്രയും ഫാസ്റ്റ്. അതിനകത്ത് കയറാൻ പറ്റുമോ ട്രെയിൻ? നോക്കട്ടെ. പറ്റും. ഇത് വന്ദേ ഭാരതോ? ഏത് ട്രെയിനാണ് ഇത്? ബോയ്, നല്ല സ്പീഡുള്ളതാണെന്ന് തോന്നുന്നു ട്രെയിനേ. നമുക്ക് ഓടിച്ചു നോക്കാം. മാംഗോ പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇറങ്ങാൻ പോവാം. പിന്നെ ഉള്ള എന്തുവായിരുന്നു ഒരു ഫാറ്റ് ഈസ്. നമുക്ക് ഡ്രോൺ മോഡ് ഉണ്ട്. കുറേ നാളായി ഇത് വന്നിട്ട്. ഒരു അടിപൊളി സാധനമാണ്. ഇവിടെ ടൈപ്പ് ചെയ്യണം. ഡ്രോൺ വരുന്നില്ലല്ലോ. ഡ്രോൺ മോഡ് വരുന്നില്ല. എന്താണെന്ന് അറിയുന്നില്ല. പിന്നെ ഹൗസ് H1 അടിക്കുകയാണെങ്കിൽ ഹൗസ് വരുന്നില്ല. അപ്പോൾ ഡ്രോൺ മോഡൊക്കെ വരാത്ത എന്താ? ഒന്നുകൂടെ നോക്കാം. ഡ്രോൺ DRONE. എന്തോ ഒരു പ്രശ്നമുണ്ട്. അയ്യോ, ഈ ട്രെയിനിൻ്റെ പാതി ഇതായി. നമുക്ക് എയറോപ്ലെയിനെ ഇപ്പം അവിടെ വന്നോന്ന് അറിയുന്നില്ല. ഇപ്പോൾ നോക്കാം. പിന്നെ പണ്ട് ഈ ഗെയിമിൽ 3005 അടിക്കുമ്പം ഒരു ബോട്ട് വരുമായിരുന്നു. ബോട്ട് വന്നായിരുന്നു.
അതേ ആക്ച്വലി എനിക്ക് തോന്നുന്നത് എൻ്റെ ചാനൽ തുടങ്ങുന്നതിന് മുമ്പാണോ അത് കഴിഞ്ഞിട്ടാണോ എന്നറിയത്തില്ല. വെറും കുറച്ച് ആളുള്ളിൽ കഴിഞ്ഞപ്പോൾ തന്നെ അത് പോയി. നല്ല ബോട്ടായിരുന്നു. ഈ ഗെയിമിൽ ബോട്ടേ ഇല്ല, കാർസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അന്നത്തെ ഇതിൻ്റെ ഡെവലപ്പർ ഇന്ത്യക്കാരനാണ് ഡിലീറ്റ് ചെയ്ത്. അതെന്ന് വെച്ചാൽ ആ ബോട്ട് എടുത്ത് കളഞ്ഞു. എന്താണെന്നറിയില്ല. നല്ലൊരു ബോട്ടായിരുന്നു ആക്ച്വലി. കുഴപ്പമില്ല. അതിന് വരെ നമുക്ക് നിസ്സാൻ GTR കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും ഒരു നല്ല കാര്യമാണ്. പൊളി പൊളി പൊളി. ബൈക്ക് പോയി ഇടിക്കുമ്പോഴുള്ള ആനിമേഷൻ പൊളി. അത്യാവശ്യം വലിയൊരു എയർപോർട്ടാണല്ലോ ഇത്. കുറേ ഇടങ്ങൾ ലാഗൊക്കെ ഉണ്ട്. പിന്നെ ഈ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു നമ്മൾ 200 അടിക്കുമ്പം 200 അടിച്ചിട്ട് അതിൻ്റെ അടുത്ത് നമുക്ക് ഏതെങ്കിലും ബൈക്ക് സ്പോൺ ആക്കണം. ഒരു ഗോഡ് ഡൈസ് ഒരുമിച്ചുള്ളൊരു ബട്ടൺ വരും. എന്താ നമുക്ക് ബൈക്ക് മാത്രം ഓടിക്കാൻ പറ്റും ഗൈസ്. എങ്ങനെയുണ്ട് ഈ ട്രിക്ക്? നമുക്ക് ബൈക്കാണ് നമുക്ക് വേറെ റൈഡറില്ല. ബൈക്കാണ് നമ്മളെ ഓടിക്കുന്നത്. ആ രീതി നമുക്ക് വെള്ളത്തിൽ പോയി ചാടാം എന്നും പറഞ്ഞ ജുറാസിക്. എന്തുവാ ലാഗ. പിന്നെ ഇവിടെ തന്നെ പുതിയുടെ ഒരു മോഡുണ്ട്, ഏലിയൻ മോഡുണ്ട്. പിന്നെ ഇവിടുത്തെ മെഗാറാമ്പ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഏലിയൻ മോഡ് ലാസ്റ്റായിട്ടാണ്. ഇതും കൂടെ ചെയ്യണം. നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, ഇത് ആക്ച്വലായിട്ട് വരുമ്പം പണ്ടാണ് ഗൈസ് ഈ പിസ്റ്റലും സ്നൈപ്പറും മാത്രമേ കാണത്തുള്ളൂ ഗൈസ്. പിന്നെ കുറേ ആൾക്കാരെ കൊന്നിട്ട്, അല്ലെങ്കിൽ കുറേ നേരം കഴിഞ്ഞിട്ട് നമുക്ക് AK കിട്ടും. അതുകൊണ്ട് കുറേ കൊന്നിട്ട് ഈ വിസയിലെടുക്കും. ഈ അടുത്തായിട്ട് പിന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഈ മെഷീൻ ഗൺ ആഡ് ആവുന്നുണ്ട് ഗൈസ്. എനിക്ക് അറിയാൻ സാധിച്ചതാണ്. ഓക്കേ, ഏലിയൻസ് ഉണ്ട് ഗൈസ്. നമ്മുടെ ഭൂമിയല്ല ഇത്, ചാകരയാണല്ലോ. ഇവന്മാരെ ഇവിടുന്നാ വരും ഇത്രയും. ഇവരെ പിന്നെ ഇവിടെ ഫോൺ എടുക്കാൻ കഴിയില്ല, അതാണ് പ്രശ്നം. പിന്നെ നല്ല ഗ്രാവിറ്റിയും കുറവാണ്. പക്ഷെ നമ്മൾ ചാടുമ്പില്ല, അവന്മാർ ചത്ത്. Again, देखा ഇത് ഭയങ്കരമാണ് ഇവന്മാരെല്ലാം കൊന്നു തീർക്കാൻ. I will try my best. ഓക്കെ, അടുത്തതിനുണ്ട്. കൊള്ളുന്നില്ല. നിങ്ങളൊക്കെ ആരാ? എൻ്റെ ഹെൽത്ത് ഓക്കെ. അവന്മാർ പല ഡയറക്ഷനിൽ വരും. സൂക്ഷിച്ച് വേണം കളിക്കാൻ. അവന്മാർ ഇവിടെ നിന്നൊക്കെ വരുമെന്ന് പറയാൻ കഴിയില്ല ഗൈസ്. ബാക്കിൽ നിന്നെല്ലാം വരുന്നത് ഒറ്റ പൊന്നു ഗൈസ്. സ്ലോ മോഡാ.
എൻ്റെ പൊന്നോത്ത് കത്താം ഗൈസ്. ഇറങ്ങി ഓടാം, അല്ല വേറൊരു ഓപ്ഷൻ ഇല്ല. വേഗം ഇറങ്ങി ഓടാം ഗൈസ്. ഗൈസ്, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ ഔട്ടായിട്ടുണ്ട്. ആ സാധനം നമ്മളെ കൊന്നിട്ടുണ്ട് ഗൈസ്. നല്ല ഹാർഡാണ് ഗൈസ്. പിന്നെ ഗൈസ് നിങ്ങൾക്ക് ഗ്രാനിയുടെ വല്ല ഏതെങ്കിലും അതിനൊക്കെയുള്ള ഏതെങ്കിലും ക്രീച്ചേഴ്സ് ഗോസ്റ്റ് ഗെയിംസിൻ്റെ അതിൻ്റെയൊക്കെ സ്റ്റോറി അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ എന്തായാലും കളിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ഗൈസ്. പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.